നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് എൻ്റെ ഈ പുറകെ കാണുന്ന കേട്ടോ മലങ്കര ഡാം. മലങ്കര ഡാമിൻ്റെ 6 ഷട്ടറിൽ 5 തുറന്നിട്ടേക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ പുറകെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ കാഴ്ചയും ഈ വെള്ളം ഇവിടെ ഒഴുകി പോകുന്ന കാഴ്ചയാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഞാൻ എല്ലാവരെയും കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയുടെ അവസാനം വരെ കൂടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. ഇതാട്ടോ മലങ്കര ഡാമിൻ്റെ 6 ഷട്ടറിൽ 5 തുറന്നു വിട്ടേക്കോട്ടോ. നല്ല ഒഴുക്കാണ്, അതുകൊണ്ട് തൊടുപുഴയാറ് മൂവാറ്റുപുഴയാറൊക്കെ നല്ല ശക്തിയിലൂടെയാണ് അതിലൊക്കെ വെള്ളം ഒഴുകുന്നത് കേട്ടോ. അതുപോലെ ഇവിടുത്തെ പവർ സ്റ്റേഷൻ ഈ കാണുന്നതാണ്, അവിടെയാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ ഇങ്ങോട്ടൊരു വണ്ടി നമുക്ക് ഇവിടം വരെ വരാട്ടോ. ഇവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഈ മലങ്കര ഡാമിൽ നിന്നുള്ള വെള്ളം തുറന്നിട്ട് പോകുന്ന ഈ പാലത്തിൻ്റെ കീഴേകൂടെ ആട്ടോ നമ്മുടെ തൊടുപുഴ ആറ്റിലെത്തുന്നത്. തൊടുപുഴ ആറ്റിൽ നിന്ന് അത് മൂവാറ്റുപുഴ ആറ്റിലേക്ക് പോകുന്നത്. എന്ത് ഭംഗിയല്ലേ നമ്മുടെ ഈ മലങ്കര ഡാമിൻ്റെ സമീപ പ്രദേശങ്ങളൊക്കെ കാണാൻ. ആ വെള്ളം ഒഴുകിപ്പോകുന്ന നോക്കി, മലങ്കര എസ്റ്റേറ്റിൻ്റെ നടുവിൽ കൂടി പച്ചപ്പുകൾക്കിടയിൽ കൂടി ഒഴുകിപ്പോകുന്ന ആ കാഴ്ച എത്ര കണ്ടാലും നമുക്ക് കൊതി തീരില്ല, അത്ര നല്ല കാഴ്ചയാണ്. റബ്ബർ തോട്ടത്തിൻ്റെ നടുവിൽ കൂടിയുള്ള വെള്ളത്തിൻ്റെ സഞ്ചാരപാത. കിലോമീറ്ററുകൾ താണ്ടിയാട്ടോ ഇത് തൊടുപുഴയാറ്റിൽ എത്തിച്ചേരുന്നത്. ഏക്കർ കണക്കിന് വിസ്തൃതമായ മലങ്കര എസ്റ്റേറ്റാട്ടോ നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ നടുവിലായിട്ടാണ് നമ്മുടെ ഈ അടിപൊളി മലങ്കര ഡാമും പവർ ഹൗസും സ്ഥിതി ചെയ്യുന്നത്. എത്ര സുന്ദരമാല്ലേ. ഏക്കർ കണക്കിന് വിസ്തൃതമായി നീണ്ടു നിവർന്ന് കിടക്കുന്ന മലങ്കര എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടിയുള്ള മലങ്കര ഡാമിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീരൊഴുക്കുകൾ കാണാൻ പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. അത്ര നല്ല ഒരു കാഴ്ചയാണ് നമുക്ക് ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ആ കാഴ്ച. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു വരയായി തോന്നുമെങ്കിലും പക്ഷേ നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും. അത്ര നല്ല സുന്ദരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ഈ മലങ്കര ഡാമിലെ വെള്ളമൊഴുക്ക്. ഇപ്പം നിൽക്കുന്നത് ഞങ്ങൾ തൊടുപുഴ മാരിക്കലുങ്ക കേട്ടോ. മാരിക്കലുങ്കിൽ നിന്ന് തെക്കുംഭാഗം പോകുന്ന ഒരു പുതിയ പാലമില്ലേ, ആ പാലത്തേലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് ഇവിടെ നോക്കാൻ നേരത്ത് നമുക്ക് മലങ്കര ഡാം തുറന്നു വിട്ടേക്കുന്നതുകൊണ്ട് നല്ല ശക്തമായ ഒഴുക്കാട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ നോക്കിയേ, ഈ വെള്ളത്തിൻ്റെ കളർ ഒന്ന് ശ്രദ്ധിച്ച്, ഇളം പച്ച കളറ്, അതായത് മരങ്ങളുടെ കളറും ഈ വെള്ളത്തിൻ്റെ കളറും ഒരുപോലെ തോന്നും കേട്ടോ. അത്ര നല്ല ഒരു കാഴ്ചയാണ്. അതുപോലെ ഈ പാലം അപ്പുറത്തെ കരയായിട്ട് ബന്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് ഈ പാലം ഇത്രയും പണിതിട്ട് പെൻഡിങ്ങും കിടക്കുക. അതായത് ഇപ്പം പണിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഹിറ്റാച്ചി എളുപ്പമുണ്ട്, പണി ആരംഭിച്ചിട്ടുണ്ട്. മഴയായിട്ട് ഇപ്പോൾ പണി നിർത്തി വെച്ചേക്കുവാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു ചേട്ടൻ ഇവിടെ ഒന്ന് ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. കേട്ടോ അതേ കാണുന്ന കേട്ടോ തൊടുപുഴ കേട്ടോ, ആ കാണുന്ന കെട്ടിടം നല്ല ഒഴുക്കാട്ടോ ഏതായാലും.
ഈ കാണുന്നത് തൊടുപുഴ മുട്ടം റോഡാണ് ഞാൻ കാണുന്നത്. തൊടുപുഴ ടൗണിൻ്റെ സമീപത്തായിട്ട് ഏറ്റവും ഉയർന്ന സ്ഥലമായിട്ടോ നമ്മൾ ഈ കാണുന്നത്. ഈ പാറ ഇതാണ് ഉറവപ്പാറ. അതിൻ്റെ മുകളിലായിട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കൂട്ടുകാരെ, എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് കാലത്ത് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.